കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ അംഗത്തിന്റെ ആത്മഹത്യാ ഭീഷണി. അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിന് റൂഫിംഗ്, ചുറ്റുമതിൽ എന്നിവ പണിയുന്നത് സംബന്ധിച്ച ചർച്ചയിൽ നഗരസഭാ മുൻ ചെയർമാൻ അടക്കം അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് പ്രതിപക്ഷ കൗൺസിലർ ബിനു കേശവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കൗൺസിൽ യോഗത്തിലെ ആദ്യ അജണ്ടയായിരുന്നു നഗരസഭയുടെ അധീനതയിലുള്ള മിനി സ്റ്റേഡിയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന അംബേദ്കർ പ്രതിമയ്ക്ക് റൂഫിംഗ്, ചുറ്റുമതിൽ എന്നിവ നിർമ്മിക്കുന്നതിന് ഗുണഭോക്തൃ സമിതിയെ തെരഞ്ഞെടുക്കുക എന്ന തീരുമാനം. എന്നാൽ ഏതാനും കൗൺസിലർമാർ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ ജോണി കുളമ്പള്ളി അടക്കം വിഷയത്തിൽ ശക്തമായ അതൃപ്തി പ്രകടിപ്പിച്ചതോടെ LDF കൗൺസിലറും അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരിയുമായ ബിനു കേശവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. നിരവധി കടമ്പകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് നഗരസഭയുടെ അധീനതയിലുള്ള മിനി സ്റ്റേഡിയത്തിന് സമീപം അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപം നിർമ്മിച്ചത്. തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ 4,95,000 രൂപ റൂഫിംഗ് ചെയ്ത ചുറ്റുമതിൽ പണിയുന്നതിന് അനുവദിച്ചു. ഇത് ഉടൻ നടപ്പിലാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നവീകരിക്കുന്നതിനൊപ്പം അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപവും നവീകരിക്കാമെന്ന വാദമുയർന്നതോടെയാണ് കൗൺസിൽ യോഗത്തിൽ സ്വരച്ചേർച്ചകൾ ഉയർന്നത്. വിഷയം വിശദമായി പഠിച്ച നടപടി സ്വീകരിക്കുന്നതിന് സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. ഈ ഭരണസമിതിയുടെ ഏറ്റവും ഉദാത്തമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് സമയബന്ധിതമായി ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ വെങ്കല പ്രതിമ പണിത് ഉദ്ഘാടനം ചെയ്ത് അവരുടെ അതിൽ ഉള്ള ആളുകൾക്ക് അതിനുള്ള എല്ലാ അവസരവും നമ്മൾ ചെയ്തത് തന്നെ അത്തരം ആളുകളോടുള്ള ഈ ഭരണസമിതി ചേർത്ത് പിടിച്ചുകൊണ്ടുവരുന്ന ഏറ്റവും ഉദാത്തമായ ഉദാഹരണം. ഇപ്പോൾ ചുറ്റുമതിൽ നിർമ്മിക്കുമ്പോൾ അത് സ്റ്റേജിന് മറവുണ്ടാവുന്നു, മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ചും പിന്നെ NHന്റെ സെറ്റ് ബാക്കിനെ സംബന്ധിച്ചൊക്കെ നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായി വരികയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലവും മുനിസിപ്പാലിറ്റി സ്ഥലവും തമ്മിലൊരു അതിർവരമ്പുകൾ ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് അതിലേക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന രൂപത്തിലൊരു ആലോചനയാണ് കൗൺസിൽ വന്നത്. അത് സംബന്ധിച്ച് വിശദമായി പഠിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയെ കൗൺസിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി ആ കാര്യങ്ങൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളും മറ്റ് വിവിധ വശങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം, അത് സർവകക്ഷി യോഗം വിളിക്കണേ, അങ്ങനെ മറ്റു തലത്തിലാണെ അങ്ങനെ എങ്ങനെയാണെങ്കിലും ഒരു പ്രശ്ന പരിഹാരത്തിന് ഒരു സമവായ രൂപത്തിൽ അത് പരിഹരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടുത്തി പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നഗരസഭയിൽ നിന്നും ഉണ്ടാക്കുന്നതെന്ന വാദം ചില കൗൺസിലർമാർ ഉയർത്തി. നിരവധി പ്രതിഷേധങ്ങൾക്ക് കാരണമായ 32, 33 വാർഡുകളിലെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് ഗുണഭോക്താക്കൾ വാങ്ങി നൽകിയ ഭൂമി നഗരസഭ ആസ്തിയിൽ ചേർക്കുന്നതിന് കൗൺസിലിൽ തീരുമാനമായതായി ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. കല്യാണത്തണ്ട് കുടിവെള്ള പദ്ധതിയാണ്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ 5 ലക്ഷം രൂപ ആ വാർഡിലെ കൗൺസിലർമാരെ അനുവദിച്ചിരുന്നു. പക്ഷേ അവിടെ കുഴൽക്കിണർ അടിച്ചാൽ വെള്ളം കിട്ടില്ല എന്നുള്ള ഒരു ഇത് വന്നതിനാൽ അവർ തന്നെ സ്ഥലം കണ്ടെത്തി, അവർ തന്നെ പൈസ മുടക്കി സ്ഥലം കണ്ടെത്തി സ്ഥലം വാങ്ങി അത് നമ്മുടെ ആസ്തി രജിസ്റ്ററിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു. അത് നമ്മൾ ആസ്തി രജിസ്റ്ററിൽ ഇന്നത്തെ കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 14 അജണ്ടകളായിരുന്നു കൗൺസിൽ യോഗത്തിൽ ചർച്ചയായത്.